ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ പലരും ഉപമിക്കാറുണ്ട്. അപ്പൊ പേര് കേട്ടിട്ട് ബാക്കി പറഞ്ഞാൽ മതി. Moving on to the game. വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി. എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ പറയാറുണ്ടോ നമ്മുടെ വള്ളി തെറ്റിയിട്ടുണ്ട് എന്നൊക്കെ? 10 വയസ്സ് കുറവാണെന്നൊക്കെ പറയാറ്. ഏകദേശം ഒരു അല്ല, ഇവിടെ നമ്മുടെ അനുവിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അനു ജയിക്കുമല്ലേ ഈ ഗെയിമില്? അനു ഉറപ്പായിട്ട് ജയിക്കും. സാധ്യതയുണ്ട്. ഓക്കെ, ശരി. അപ്പഴേ ഒരു കാര്യം ചെയ്യാം. ഈ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്? ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ്. അപ്പൊ നമുക്ക് ക്യാരക്ടർ ഓൾമോസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, അപ്പൊ ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കണ്ടെന്നുള്ളത് ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞുതരാം. 2 ടീമും ഒരുമിച്ചായിരിക്കും കളിക്കണ്ടായിരിക്കാം. അറ്റ് എ ടൈം അവിടുന്ന് ഒരാളും പോവും, ഇവിടുന്ന് ഒരാളും പോവും. നമ്മള് വീട്ടില് ജോലിയൊക്കെ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ബക്കറ്റൊക്കെ ഇങ്ങനെ എടുക്കില്ലേ? അപ്പം ഡംബലാന്ന് വിചാരിച്ചാൽ മതി. ഡംബൽസ് എടുക്കുന്ന പോലെ, അതായത് 2 കൈയിലും നമ്മൾ ബക്കറ്റ് എടുക്കുക. ബക്കറ്റിൽ നിറച്ച് വെള്ളം നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് വെറുതെ അങ്ങനെ പോയിട്ട് വെറുതെ കിണറ്റിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ പോരാ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ വേറൊരു പൂളുണ്ട്. ആ പൂളിൽ നിറച്ച് ബലൂൺസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. സോ മാക്സിമം നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ ഹോൾഡ് ചെയ്യാം, ഇങ്ങനെ ഹോൾഡ് ചെയ്യാം, കുറെ ഇവിടെ നെക്കിൽ ഹോൾഡ് ചെയ്യാം. മാക്സിമം എത്ര ബലൂൺസ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം അത്രയും ബലൂൺസ് ഹോൾഡ് ചെയ്യുക. മിനിമം 4. അറ്റ് ദ സെയിം ടൈം ഈ 2 കയ്യിൽ ബക്കറ്റും ഉണ്ടായിരിക്കും. മറക്കരുത് ആ കാര്യം. ഓക്കെ, എന്നിട്ട് തത്തക പിത്തക നമ്മൾ പറയാറുള്ള പോലെ അടി തെറ്റി പുള്ളി തെറ്റി വള്ളി തെറ്റി വീഴാണ്ട് പതുക്കെ ഓരോ കാലെടുത്ത് വെച്ച് വെച്ച് ഓരോ കുളത്തിൽ വെച്ച് 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 അവിടെ പോയിട്ട് നിങ്ങൾ ഈ കളക്ട് ചെയ്തിട്ടുള്ള ഈ ബലൂൺസ് മൊത്തം അവിടെ ട്രാൻസ്ഫർ ചെയ്യണം. തിരിച്ച് നിങ്ങൾക്ക് ഈ വഴിയേ ഇങ്ങനെ ഈ ബക്കറ്റും കൊണ്ട് വരാം. ബക്കറ്റ് അവിടെ പ്ലേസ് ചെയ്യരുത്. ഓക്കെ, വെള്ളം കളയാനും പാടില്ല. ഓക്കെ, അപ്പൊ ആരുടെയൊക്കെ വള്ളി തെറ്റിട്ടുണ്ട് പുള്ളി തെറ്റിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ നോക്കാം. യെസ്, കൗണ്ട് ഓൺ പ്ലീസ്. 2, 1. മെല്ലെ പോയാ മതി. ബലൂണ് അവിടെ ഇടുക എന്നുള്ള മാത്രമേ ഉള്ളൂ. കൈ മടക്കി വെക്കാൻ പറ്റില്ല. 2 പേരും കൈ താഴ്ത്തി പിടിക്കണം. ഫൗൾ ആവോ അല്ലെങ്കിൽ? ബക്കറ്റ് താഴെ വെക്കരുത്. വെരി ഗുഡ് ജസീല, വെരി ഗുഡ് ലക്ഷ്മി ചേച്ചി. ഓക്കെ, സൂപ്പർ. ലക്ഷ്മി ചേച്ചി അവിടെ തട്ടി. 2 ബലൂണും പോയി. വൗ, 5 ബലൂൺ ആയിട്ടാണ് നവീൻ പോകുന്നത്. വെരി ഗുഡ്, സൂപ്പർ. കഴുത്തില് നവീന്റെ മുൾഗാൻ കൊണ്ട് ബലൂൺ പൊട്ടിപ്പോയാൽ വീട്ടിലെ എന്നും കാലത്ത് കൊറേ ബക്കറ്റ് വെള്ളം കോരുന്നുണ്ട്. അന്നപൂർണയിൽ വെള്ളം കോരാതിക്കണ പുലിയാണ്ടിയാണ്. നവീൻ അത് സമ്മതിക്കില്ല. 5 പോയിന്റ്സ് സേവ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. വെരി ഗുഡ്, സൂപ്പർ. മുനിയാണ്ടി അണ്ണേ നീങ്ക അങ്ക ബലൂൺ പോടുകോ അല്ലേ? കറക്റ്റ് അല്ലേ? പോടുക സാമി. മുനിയാണ്ടി വേഗം പാടാ. യെസ് വിനി, കം ഓൺ. അത് കൊണ്ടുവച്ചിട്ട് മസാല ദോശ ഇട്. വെപ്രാളത്തില് ബക്കറ്റ് വെള്ളം കൊണ്ട് എവിടെ പോയിട്ട് മെല്ലെ പോയാ മതി. ഇതെന്താ അനുവിന്റെ ചുണ്ടത്ത് കുളവി കൊത്തിയോ? അതോ കൊക്കോക്ക പറിച്ചപ്പോ വന്നു ചുണ്ടത്ത് വീണാണോ? വള്ളി പുള്ളിയൊക്കെ തെറ്റിന്ന് എല്ലാരും പറയുന്നുണ്ട്. പുള്ളി തെറ്റിക്കരുത്. കറക്റ്റ് ആയിട്ട് അവിടെ കൊണ്ടിടണം. 1, 2, 3, 4, 5. 5 അനു. പതുക്കെ ഹോൾഡ് ചെയ്യരുത്. ബക്കറ്റോടെ ഹോൾഡ് ചെയ്യരുത്. Yes, Dina, very good. Good job. 1, 2, 3, 4, 5, 6 ബലൂൺ. Very good, super. Come on, ആദ്യമായിട്ട് ഒരാള് 6 പോയിന്റ് സേവ് ചെയ്യാൻ പോവാണ്. Yes, so അയ്യോ 5 പോയിന്റ് പറ്റുള്ളൂ. ലക്ഷ്മി ചേച്ചി സൂപ്പർ സൂപ്പർ അടിപൊളി. 1, 2, 3, 4, 5, 6 എണ്ണം. 5 വേണമെങ്കിൽ മൂക്കിനകത്ത് 2 എണ്ണം ആ ബലൂൺ അത്ര അവന്റെ പല്ല് കൊണ്ട് പൊട്ടുകയാണ്. ട്രൈ ചെയ്യുന്നത്. വെരി ഗുഡ്, ഗുഡ് ജോബ് ജസീല. 6 എണ്ണം. വെരി ഗുഡ് ജസീല. ഈ പൂച്ചക്കുട്ടി ഉണ്ടല്ലോ, പിള്ളേരെ കൊണ്ടുമില്ല അതുപോലെ ഉണ്ട് ശശുവിന്റെ ഈ ഒരു
പെർഫോമൻസ്. 1 2 3 4 5 6 7 എണ്ണം. ഡൈന വെരി ഗുഡ്, സൂപ്പർ. അനു 1 2 പോയി. അതെ, ബലൂനകത്ത് കാറ്റ് വലിച്ച് ഉള്ളിലേക്ക് എടുക്കാന്ന് എനിക്ക് തോന്നുന്നത്. ലക്ഷ്മി ചേച്ചി എത്ര എണ്ണാണ്? 2 3 4 5 6. അപ്പുറത്ത് എനിക്ക് എണ്ണാൻ പറ്റണില്ല. 8 എണ്ണം. ഓ മൈ ഗോഡ്. ഇത് ലക്ഷ്മി ചേച്ചി ഇടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് സ്കോർ ചെയ്ത് കൊടുക്കുന്ന ഒരു ടീം മെമ്പർ ലക്ഷ്മി ചേച്ചി ആയിരിക്കേ. ഒറ്റ സ്ട്രെസ്സിന് ചുണ്ടത്ത് വരെ മസലുമായി നമ്മുടെ മസൽമാൻ. Wow, 8 points ആണ് ലക്ഷ്മി ചേച്ചി സ്കോർ ചെയ്തിട്ടുള്ളത്. വെരി ഗുഡ്. ഈ കാലത്തൊക്കെ കോർപ്പറേഷൻ പൈപ്പിന്റെ ചോട്ടില് നമ്മളിങ്ങനെ വെള്ളം പിടിക്കാൻ വേണ്ടിട്ട് ഇടികൂടില്ലേ, അതുപോലെയാണ് അവിടുത്തെ അവസ്ഥ. തത്ത ചീട്ടെടുത്തോണ്ട് വരുമ്പോലെ ചച്ചാക്കെ 2 ബലൂണുകളുടെ ഉത്സവപ്പറമ്പിലെ കൊരങ്ങമ്പലൂൺ നിൽക്കണേ. 1 2 3 4 5 6 7 8. വെരി ഗുഡ്. ലക്ഷ്മി ചേച്ചിയുടെ സെയിം റെക്കോർഡുമായിട്ടാണ് വരണേ. ഗുഡ് ജോബ്. അനുകരണം പോയി, കുഴപ്പമില്ല. ഇത് അപൂർവം രോഗം ബാധിച്ച ഒരു യെസ്, സമ്മതിച്ചു വന്നു കേട്ടോ. കാരണം ലക്ഷ്മി ചേച്ചി ആയിരുന്നു 8 എണ്ണം ഉണ്ടായിരുന്നു. ഈ റെക്കോർഡ് ഹോൾഡ് ചെയ്യാൻ പറ്റിയേനെ, പക്ഷെ അപ്പോഴേക്കും ബസർ വന്നു. ഓൾറൈറ്റ്, അപ്പോ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം കളിച്ച് കഴിയുമ്പോ നമ്മൾ ടോട്ടൽ പോയിന്റ്സ് ഒന്ന് നമ്മൾ നോക്കുകയാണ്. ആദ്യം നമ്മള് ബിബിച്ചേട്ടന്റെ ടീമിലേക്കാണ് പോവാൻ പോണേ. അപ്പൊ ഇവര് ടോട്ടൽ സ്കോർ ചെയ്തിട്ടുള്ള പോയിന്റ്സ് 41. ആരോ ഒരു ഹൊയ് വിട്ടത്? ഞാനാ. ഇങ്ങനെയാ ഹൊയ് വിട്ടത്? എന്തുപറ്റി? ജയിച്ചതാ. ശരി, അപ്പഴേ ഇനി നമ്മള് നോബിഷേന്റെ ടീമിലേക്ക് പോവാണ്. ഓൾ ടോട്ടൽ നിങ്ങൾ സ്കോർ ചെയ്തിട്ടുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 39 ആണ്. അതിൽ നിന്ന് -2 എന്ന് പറയുമ്പോ എത്രയായി? 37. അപ്പൊ എന്റെ പോയി കുഴപ്പമില്ലായിരുന്നു. ഇനി ഒന്നും കൂടെ അതേ രാഗത്തിലാ ഹൊയ്ന്നിടും. ഓ ഹായ്. ശരി, കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിൽ നമ്മൾ ശരിക്കും സെലിബ്രേറ്റ് ചെയ്തിരുന്നു. കാരണം ഇവരുടെ ടീം ക്യാപ്റ്റൻ ഓൾവേസ് ടീഷർട്ട് ഇട്ട് വരിക, ഹോയ് ഇങ്ങനെ കൊയ്തോണ്ടിരിക്കുന്നു. വിജയം എന്ത് പറ്റി? ടീഷർട്ട് മാറ്റി സാധാരണ ഷർട്ട് ഇട്ട് വന്നപ്പോ ഇവരെ തോൽപ്പിച്ചില്ലേ പിള്ളേരെ? എങ്ങനെ തോന്നി കണ്ടിച്ചോടില്ലാണ്ട് ഇങ്ങനെ ഷർട്ട് ഇട്ടിട്ട് വരാൻ? എനിക്ക് ആര് ജയിച്ചാലും തോറ്റാണെങ്കിൽ ഒരു വിഷയം. കണ്ടോ നിങ്ങളുടെ ക്യാപ്റ്റന്റെ മനസ്സ് കണ്ടോ? ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ സ്വന്തം പിള്ളേര് ജയിക്കണമെന്നായിരിക്കണം. എന്താ നോബി ചേട്ടാ, ഇനി എപ്പോഴും ടീഷർട്ട് ഇട്ടിട്ട് വന്നാ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാരും കൂടെ നിങ്ങൾക്ക് ഡ്രസ് എടുത്തിടണടുത്ത് പറയാം, എനിക്കൊരു 5 ടീഷർട്ട് അയച്ചു. അങ്ങനെയാണെങ്കിൽ ഞങ്ങള് പിരിവിട്ട് വാങ്ങിച്ചു തരും. ഒരു മിനിറ്റ്. ടീം അംഗങ്ങളെല്ലാം കൂടെ പിരിവിട്ട് ബോസിന് നല്ലൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്നത് തെറ്റുണ്ടോ? നിങ്ങളെ പിരിവിട്ട ടീഷർട്ട് വാങ്ങുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. അതിന്റെ കൂടെ 2 ജീൻസും 2 ഷൂ. ടീഷർട്ട് മാത്രം ഇവിടെ സ്വീകരിക്കില്ല. ഇല്ലെങ്കിൽ ടീഷർട്ട് മാത്രം ഇട്ടുകൊണ്ട് നോബി അവളുടെ രവകളിൽ സീമ ബോറായിരിക്കൂലേ? അല്ല, അവസ്ഥ അതും സങ്കല്പിച്ചു നോക്കി. ശരി, വാങ്ങിച്ചു. ലക്ഷ്മി ചേച്ചി എന്നത് എക്സ്പെക്ട് ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, കൂട്ടത്തില് ലക്ഷ്മി ചേച്ചി സ്വയം ആണോ ഈ ഒരു ഇനീഷ്യേഷൻ എടുക്കണത്, ബാക്കിയുള്ളവർ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ആദ്യം ലക്ഷ്മി ചേച്ചി. ഞങ്ങൾ ടീം അംഗങ്ങളെല്ലാം കൂടെ പിരിവിട്ട് എന്നാലല്ലേ ഞങ്ങൾ ജയിക്കുള്ളൂ. അവളുടെ രാവുകളിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വാ. ചേട്ടന്റെ പോസ്റ്റർ ആലോചിച്ചിട്ട് അവർക്ക് ചിരി സഹിക്കാൻ വയ്യെന്ന്. ഈ മാക്കാനെ പിടിച്ച കരിവീപ്പേലിട്ട് പെരട്ടിയെടുക്കണ അളിയാ, പാട്ട് പാടളിയാ. രാഗേന്ദു കിരണങ്ങളൊളി വീശിയില്ല.
ടീഷർട്ട് അല്ല എന്റെ ഇങ്ങോട്ട് നിങ്ങൾ ആരും ശ്രദ്ധിക്കരുത്. ടീഷർട്ട് സ്പോൺസർ ചെയ്യാൻ പോകുന്ന ലക്ഷ്മി ചേച്ചി കൂടെ പോരൂ. എന്നാ പിന്നെ രണ്ടുപേർക്കും ഒരു ടീഷർട്ടും കൂടെ കൊടുത്തൂടെ, സംഭവം കളറാക്കാം. അപ്പഴേ നമ്മള് അവളുടെ രാവുകൾ ഇവിടെ നിന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ജയൻ ലക്ഷ്മി ചേച്ചി, സീമ നമ്മുടെ പ്ലൂട്ടോ. രാഗേന്ദു കിരണങ്ങളൊളി വീശില്ല, രജനീതമ്പങ്ങൾ വിളിച്ചില്ല, മനോത്സവങ്ങൾക്ക് നിറമാല ചാർത്തി, മനവും മരുഭൂമിയായി വിഹീനങ്ങളല്ലോ എന്നും അവളുടെ രാവുകൾ, എന്നും അവളുടെ രാവുകൾ. ഒളി വീശിയില്ല, രജനീകദമ്പങ്ങൾ വിളിച്ചില്ല, മനോത്സവങ്ങൾക്ക് നിറമാല ചാർത്തി, മനവും മരുഭൂമിയായി വിഹീനങ്ങളല്ലോ അവളുടെ രാവുകൾ, എന്നും അവളുടെ അടിപൊളി അടിപൊളി. മുടിയുള്ള ജയനും താടിയുള്ള സീമയും അടിപൊളിയായി. അപ്പൊ അസലായിട്ട് പെർഫോം ചെയ്തു രണ്ടുപേരും. താങ്ക് യു സോ മച്ച്. അപ്പഴേ നമ്മളിനി ട്രാക്ക് ഒന്ന് ചെറുതായിട്ട് മാറ്റി പിടിക്കാൻ പോവാണ്. അടുത്തത് നമുക്ക് നമ്മുടെ ശശുവിനെയും അനുവിനെയും വിളിക്കാം. ഇവർക്ക് നമുക്ക് ഈ ബക്കറ്റ് പ്രോപ്പർട്ടി കൊടുത്തിട്ട് സത്യമാശ ശീലമ്മയും കാണിക്കാൻ പറഞ്ഞല്ലോ. അത് നന്നായി. ഈ ഒരു ലുക്കൊക്കെ വെച്ചിട്ട് ഒരു കാര്യം ചെയ്യാം. അനു സത്യമാഷ്, ശശു ശീലമ്മ. ഷീലാമ്മയുടെ സൗന്ദര്യം ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല, സാധനം പൊക്കോളൂ. അതെ അതെ ഇച്ചിരി ലിപ്സ്റ്റിക്കിന്റെ കുറവേ ഉള്ളൂ. അതെ ഓക്കെ ഓക്കെ. യെസ്, അപ്പൊ നമ്മുടെ ശീലാമ്മയും സത്യമാഷും റെഡിയാണ്. ഇനി പാട്ട് നമുക്ക് കൊടുക്കാം. പാട്ട് കൊടുക്കാം, പാട്ട് കൊടുക്കാം. താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നു ചെറുപ്പക്കാരി, പൂമുഖ കിളിവാതിൽ അടങ്ങുകില്ല, കാമിനി നിന്നെ ഞാൻ ഉറക്കുകയില്ല. താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി, പൂമുഖ കിളിവാതിൽ അടയ്ക്കുകില്ല, കാമിനി നിന്നെ ഞാൻ ഉറക്കുകയില്ല. താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. ഇത് ഷീലാമ്മ പുതിയ കുട്ടവെള്ളം വാങ്ങിച്ചിട്ട് സത്യമായിട്ട് കാണിക്കാൻ കൊണ്ടുപോലായിപ്പോയി.